നമ്മളിപ്പോൾ ഉള്ളത് കിർഗിസ്ഥാനിലെ ഒരു 100 ഇയേഴ്സിൻ്റെ മേലെ പഴക്കമുള്ള ഒരു മ്യൂസിയത്തിലാണുള്ളത്. ഈ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മ്യൂസിയത്തിന് ഏകദേശം 45 മീറ്റർ ആയിരുന്നു ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടായിരുന്നത്. പിന്നീട് ഒരുപാട് എർത്ത് ക്യുക്ക് ഉണ്ടായതിന് ശേഷം ഇതിൻ്റെ ഹൈറ്റ് മേൽഭാഗം അതിൻ്റെ മേൽഭാഗത്തു നിന്ന് ഇത് പൊളിഞ്ഞ് വീണിന് ശേഷം ഒരു ഹൈറ്റ് കുറച്ച് 25 മീറ്റർ ആക്കി മാറ്റി. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെരി നാരോ സ്പേസാണുള്ളത്. ചെറിയ സ്പേസിലൂടെ ഇങ്ങനെ ഭയങ്കര ഇരുട്ടാണുള്ളത്. ആ ഇരുട്ടിലൂടെ വേണം നമ്മൾ ഇതിൻ്റെ മേലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മേലോട്ട് പോവാണ്. ഭയങ്കര ഇരുട്ടാണ്. ഒരാൾ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് ഇല്ല. അത്രയും ഇടുങ്ങിയിട്ട് മാത്രമല്ല, അതിൻ്റെ സ്റ്റെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു കുത്തനെ വെർട്ടിക്കലായിട്ടുള്ള സ്റ്റെയറുമാണ്. അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മൾ ഇതിൻ്റെ മേലെത്തി. ഇതാണ് ഇതിൻ്റെ മേലുള്ള വ്യൂ. ഇത് കിർഗിസ്ഥാനികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മളിവിടെ കിർഗിസ്ഥാനിൽ വന്ന മസ്റ്റായിട്ടും ഇത് അവിടെ നമ്മളെ ലിസ്റ്റുള്ള ഒരു സംഭവമാണിത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വ്യൂ. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് താഴെ ഇറങ്ങണം. ഞാനിപ്പോൾ ഏതായാലും ഒരു ഹിസ്റ്റോറിക്കൽ സംഭവം ആയതുകൊണ്ട് മേലെ കയറി നോക്കി എന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും കയറാൻ കഴിയില്ല, കാരണം അത്ര നാരോ സ്പേസാണ്. കണ്ടില്ല, എത്രയും നാരോ സ്പേസ് മാത്രമല്ല, കുറച്ചങ്ങോട്ട് ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ലൈറ്റേ ഇല്ല, ഭയങ്കര ഡാർക്കായിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങാൻ വേണ്ടിയിട്ട്. മാത്രമല്ല സ്റ്റെപ്പാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിൻ്റെ വീതി കുറവാണ്. അങ്ങനെ എന്തായാലും ഇപ്പോൾ നമ്മൾ താഴെ എത്തി. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഒരാൾ ഇങ്ങോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അയാൾ ജസ്റ്റ് ഇത് ഇവിടുന്ന് കണ്ടുകൊണ്ട് നന്നായി. അങ്ങനെ നമ്മൾ എന്തായാലും പുറത്തെത്തി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഒരു ബുറാന ടവർ. ഈ ബുറാന ടവർ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചയിലേക്ക് പോകാം.